പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായ 9 ഇടങ്ങളിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത്. 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തതായി കരസേന അറിയിച്ചു. ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാനെ ഏത് മേഖലയും ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം തെളിയിച്ചു. ലഷ്കർ-ഇ-തോയ്ബയെയും ജെയ്ഷെ-മുഹമ്മദിനെയും തകർക്കുകയായിരുന്നു ലക്ഷ്യം. ഹാഫിസ് സെയ്ദ് എന്ന കൊടും ഭീകരന്റെ ഒളിത്താവളവും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. തിരിച്ചടിക്ക് ശേഷം ഭാരത് മാതാ കി ജയ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. 12 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്ന വിവരം. എന്നാൽ ഭീകര താവളങ്ങളെ മാത്രം ഉന്നമിട്ടുള്ള ആക്രമണത്തിൽ 300 പേരാണ് മരിച്ചത്. എല്ലാം ഉപഗ്രഹ സഹായത്തോടെ ഇന്ത്യ ചിത്രീകരിക്കുകയും ചെയ്തു. കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യയുടെ സായുധ സേന എക്സ് പോസ്റ്റിൽ വിശദീകരിച്ചത്. പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല, ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി. അതേസമയം കശ്മീരിലെ പൂഞ്ച് രജൌരി മേഖലയിലെ ദിംബർ ഗലിയിൽ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത് മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തിരിച്ചടിക്കുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. 1971 ശേഷം ഇത് ആദ്യമായാണ് രാജ്യത്ത് ഇത്ര വലിയ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ ഇതിനുശേഷമാകും ആക്രമണമെന്ന പ്രതീതി വന്നു. പക്ഷേ ആ കണക്കുകൂട്ടലിൽ കഴിഞ്ഞ പാകിസ്ഥാനെ തകർത്ത് അതിർത്തിക്കുപുറത്തു നിന്നും ഇന്ത്യ തുരുതുര മിസൈലുകൾ വിക്ഷേപിച്ചു. നാവികസേനയും ഓപ്പറേഷന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പഞ്ചാബ് അടക്കമുള്ള മേഖലകളിൽ ആക്രമണം നടന്നു. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15ാം ദിവസമാണ് തിരിച്ചടി. പഹൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി തന്ത്രപ്രധാന യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, കരസേന, നാവികസേന, വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതലേ സൂചന നൽകിയ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടു. പാക് പൗരന്മാർക്ക് അനുവദിച്ച എല്ലാ വിസകളും റദ്ദാക്കിയ ഇന്ത്യ അട്ടാരി അതിർത്തിയിലും അടച്ചു. ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുകയും വ്യോമ അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ മിസൈൽ ആക്രമണം നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ദൗത്യം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് സേന നടത്തിയത്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിവരം. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ഇന്ന് പുറത്തുവിടും.